നമസ്കാരം പ്രിയമുള്ളവരെ. പണത്തിന് മീതെ പരുന്തും പറക്കല്ല, അല്ലെ അധികാരത്തിന് മേലിൽ വേറൊന്നും പറക്കത്തില്ല എന്നൊക്കെ ഒരു ചൊല്ലുണ്ട്. സാധാരണക്കാരൻ്റെ ആശ്രയവും അഭിലാഷവും അവൻ്റെ പ്രതീക്ഷയും അവൻ്റെ ദൈവവുമാണ് കോടതികൾ. സ്ത്രീകൾ, കുട്ടികൾ എന്നിവരുടെ ആശ്രയമാണ് കോടതികൾ. ഇതൊക്കെയാണ് ആധുനിക ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. കാലാകാലങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ഉണ്ടാകുന്ന നിയമങ്ങൾ, കുറ്റകൃത്യങ്ങൾക്ക് മേൽ കഠിനമായ ശിക്ഷ കൊടുക്കുന്ന നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ക്രൂരമായ കൂട്ടബലാത്സംഗങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ വളരെ വലിയ കുറ്റം, അതായത് ജീവപര്യന്തം വരെയാണ് പറഞ്ഞിട്ടുള്ളത്. കുട്ടികളെ ലൈംഗിക വീഴ്ചയ്ക്ക് ഉൾപ്പെടുത്തിയാൽ, അവരെ അതിലേക്ക് കൊണ്ടുവന്നാൽ, അങ്ങനെ ക്രൂരകൃത്യം ചെയ്യുന്നവർക്ക് വധശിക്ഷ വരെ കൊടുക്കാൻ പറ്റുന്ന നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. എല്ലാ നിയമങ്ങളും കൃത്യമായി അത് പരീക്ഷിക്കപ്പെടുന്ന ഒരു പരീക്ഷണശാല കേരളമാണ്. പക്ഷെ നടി ആക്രമിച്ച കേസിലെ വിധി കഴിഞ്ഞ ദിവസം ദിലീപിനെ പുറത്തുവിട്ടതോടുകൂടി ജനത്തിന് അതിലൊരു പ്രതീക്ഷ നഷ്ടപ്പെട്ട പോലെ തോന്നി. പക്ഷേ ഒന്നും പറയാൻ പാടില്ല. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, പരസ്യമായി പറഞ്ഞു, എന്നെ കയറി ചൊറിയരുത്, ചൊറിഞ്ഞാൽ വിധിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിമർശിച്ചാൽ കർശന നടപടിയെടുക്കുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. എല്ലാവരും അവരുടെ അമർഷം കണ്ണുനീരാക്കി മാറ്റുന്ന ഒരവസ്ഥയാണ് ഇന്ന് കണ്ടത്. ഇന്ത്യയുടെ അല്ലെ ലോക ചരിത്രത്തിൽ ആദ്യമായി കൊട്ടേഷൻ റേപ്പിലൂടെ ഒരു പെൺകുട്ടി 2-2.5 മണിക്കൂർ പകൽ വെളിച്ചം പോലെയുള്ള കൊച്ചി നഗരത്തിൽ രാത്രി 9:30 അനുഭവിച്ച യാതന എന്ന് പറയുന്നത് ആർക്കും മനസ്സിലാവില്ല. ബലാത്സംഗ ചെയ്യുക മാത്രമല്ല, ഇത് ഗ്യാങ് റേപ്പ് ചെയ്യുക മാത്രമല്ല ചെയ്ത് അവന്മാരുടെ ശരീരത്തിൽ നിന്ന് സ്പേം ആ പെൺകുട്ടിയുടെ നഗ്നമേനിൽ മൊത്തം തൂത്ത് പിടിപ്പിച്ച് അതിൻ്റെ വീഡിയോ വരെ എടുത്ത് ആ വീഡിയോ പലയിടത്ത് കോപ്പി ചെയ്യുകയും ചെയ്ത് ഇപ്പോഴും അതിൻ്റെ ഒറിജിനൽ എവിടെയാണെന്ന് പോലും അറിയാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മളിപ്പോഴും കടന്നുപോയത്. 2017 ഫെബ്രുവരി മാസം 17 ഉണ്ടായ ഹീനകൃത്യം അർദ്ധരാത്രിയിലല്ല, 9:30 മണിക്ക് കൊച്ചി പോലൊരു നഗരത്തിൽ. നമ്മുടെ വീട്ടിലുള്ള പെൺമക്കൾ, അനിയത്തിമാർ, മക്കൾ ഒക്കെ നൈറ്റ് ഷിഫ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നവരാണ്. ക്രൂരമായ ഇത്തരം ക്രൂരന്മാർ നമ്മുടെ ചുറ്റുപാടുമുണ്ടെങ്കിൽ എങ്ങനെ ഇവരെ ധൈര്യമായി നമ്മൾ പുറത്തേക്ക് വിടും എന്നോർക്കണം. കാലവും ദേശവും വ്യക്തിയും ഒന്നും ഇതിനൊരു ഘടകമല്ല എന്ന് ഓർക്കുന്നു എന്ന് മാത്രമേ ഇപ്പോൾ തരുണത്തിൽ പറയാൻ പറ്റത്തുള്ളൂ. ഈ വിഷയത്തിൻ്റെ നാൾവഴിയിലേക്ക് വരുമ്പോൾ, നടി ആക്രമിക്കപ്പെട്ട ദിവസം അതിൽ ബന്ധപ്പെട്ട ഏറ്റവും മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ്, ഒരു MLA എന്ന് പറയുന്ന ആൾ, കോൺഗ്രസ് നേതാവ് എന്നതിലുപരി ഒരു മനുഷ്യസ്നേഹിയ മനുഷ്യനായിരുന്നു PT തോമസ്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൊണ്ടാണ് ഈ കേസ് ഇത്രയുമെങ്കിലും പോയത്. ഇപ്പോൾ ദിലീപിനെ പുറത്തുവിട്ടുള്ള വിധി വന്നതിന് ശേഷം ലാലൊക്കെ താനാണ് ഇതിനകത്ത് എന്തൊക്കെ ചെയ്തു, DGP താൻ വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു MLAയും DGP, ഒരു MLA വിളിക്കുന്ന ഒരു DGPയെ ഒരു സാധാരണ സിനിമാക്കാരൻ വിളിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. വിശേഷിച്ച് PT തോമസിനെ പോലുള്ള MLA ഇപ്പോൾ അതിനകത്ത് അയാൾ ഊറ്റം കൊള്ളുകയാണ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഈ മലയാള സിനിമയിൽ ഇത്തരം ഒത്തുതീർപ്പുകൾക്ക് വേണ്ടി സ്ത്രീകളെ പല പ്രാവശ്യവും ഇത്തരം ബലാത്സംഗ വീരന്മാരെ വിട്ട് പലതും ചെയ്യിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വാർത്ത. ഒത്തുതീർപ്പിലെത്തുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് 1-ാം പ്രതി പറഞ്ഞ പോലെ തന്നെ ഈ സ്ത്രീ ഇതിന് കേസ് കൊടുക്കാൻ പോകുന്ന ഒരിക്കലും കരുതിയില്ല എന്നാണ് അവൻ പറഞ്ഞത്. ഇന്ന് കോടതി പറയുന്നത് ഇവൻ നിരവധി കേസുകളിലെ പ്രതിയാണ് പൾസർ സുനി എന്ന് പറയുന്നത്. ഒരു കൊടും കുറ്റവാളിയെ കൊണ്ടു നടന്ന ആളുടെ കൂട്ടത്തിൽ കൊല്ലം MLA മുകേഷ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ കുറ്റവാളികളെയും കൊട്ടേഷൻ സംഘങ്ങളെയും കൂടെ കൊണ്ടു നടക്കുന്ന ഇവരൊക്കെ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്നുമില്ലായ്മയെന്നും ദിലീപ് കൊട്ടേഷൻ കൊടുത്തില്ലെന്ന് ദിലീപ് പറയുന്നു. പിന്നെ 6 കൊട്ടേഷൻ്റെ പുറത്താണ് അവന് ഇതിൽ ഭാഗവത്തായതെന്നും ഈ CD ആർക്ക് കൊണ്ട് കൊടുത്തെന്നും അന്വേഷണമില്ല. യവന് കേസ് നടത്താൻ സുപ്രീം കോടതി വരെ പണം കൊടുത്ത ആരാണെന്നുള്ളതിൻ്റെ അന്വേഷണമില്ല. യവനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും മറ്റന്വേഷണങ്ങളൊന്നുമില്ലാതെ ജഡ്ജി ബ്ലൈൻഡായിട്ട് ഇന്നൊരു ജഡ്ജ്മെൻറ്റ് നടത്തിയിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭയായ, അല്ലെങ്കിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു യുവനടിക്ക് ഉണ്ടായ 2 മണിക്കൂറോളം ഇത്രയും ക്രിമിനൽസിന് മുമ്പിൽ അവരനുഭവിക്കേണ്ടത് യാതനയ്ക്ക്, അവരുടെ മാനത്തിന്, ശരീരത്തിന് കൊടുത്തിരിക്കുന്ന വില 5 ലക്ഷം രൂപയാണ്. കേവലം 5 ലക്ഷം രൂപയുടെ വില മാത്രമേ കേരളത്തിലെ സ്ത്രീകൾക്കുള്ളൂ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ആത്മരോഷമുള്ളവരാണ് പലരും ഉള്ളത്. ഈ ചാനലിൽ നിന്ന് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പോയി കിടന്ന് കൊട്ടിഘോഷിക്കുന്ന നേതാക്കൾ, ചാനൽ മേധാവികളോ അല്ലെങ്കിൽ ചാനലിലെ മരമുറി ചാനൽ ഉൾപ്പെടെ ഉള്ളവന്മാർക്കൊന്നും ഇതിനെപ്പറ്റിയൊന്നും പറയാനില്ല എന്നുള്ളതാണ് സത്യം. അവിഹിത ഗർഭത്തിൻ്റെ പുറകെ പോകുന്ന സമയത്ത് ഈ സമൂഹത്തിലുണ്ടായിട്ടുള്ള ഇത്തരം മൂല്യച്യുതികളെപ്പറ്റി സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കുന്നില്ലാണോ സത്യം? ഇരട്ട ജീവപര്യന്തം വരെ കൊടുക്കാവുന്ന കേസിൽ
പരമാവധി കൊടുക്കുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ, അത് കോടതിയിൽ ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത പോലെ വിധി പറയുന്ന ആൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയോ? ആ വിധി പറഞ്ഞ ആള്, ഇവർ പ്രായം കുറവല്ലേ, അച്ഛനില്ലേ, അമ്മയില്ലേ, ഇനിയും ജീവിതമില്ലേ, തെറ്റുതിരുത്തി പുറത്തു വരണ്ടേ, എല്ലാവർക്കും ഒരേ ശിക്ഷ കൊടുക്കാമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഈ കേസിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ അജയ്കുമാർ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് എന്തുപയോഗിച്ചാണോ കൃത്യം ചെയ്തത് ആ കൃത്യത്തിന് ഹേതുവായ ഉപകരണത്തെ മാത്രം ശിക്ഷിച്ചിട്ടുള്ളൂ, ആ കൃത്യം ചെയ്ത ആളിനെ ശിക്ഷിച്ചിട്ടില്ല എന്നതാണ് സത്യം. 8ാം പ്രതിയെ ദിലീപ് അല്ല ഈ കുറ്റം ചെയ്തെങ്കിൽ, കുറ്റകൃത്യത്തിന് നേതൃത്വം കൊടുത്തെങ്കിൽ പിന്നെ ആര് ചെയ്തതെന്ന് ഒരു അന്വേഷണം നടത്തുവാൻ ഈ കോടതി എന്തുകൊണ്ട് ഉത്തരവിട്ടില്ല എന്നാണ് നമുക്ക് ആ കോടതിയോട് ചോദിക്കാനുള്ളത്. ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഉത്തരങ്ങളൊന്നും നമുക്ക് തേടാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോകുന്ന കാര്യങ്ങൾ. അന്ന് PT തോമസ് ഈ കേസിൽ സാക്ഷി വിസ്താരം കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് പറഞ്ഞു, ഈ കോടതിയിൽ നീതി കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. ഒപ്പം ഈ കോടതിയിൽ തന്നെ ഈ കേസ് നടത്തണമെന്ന് ശഠിച്ച മേൽക്കോടതികളുടെ കാര്യം കൂടി നമ്മൾ പരിശോധിക്കണം. സുപ്രീം കോടതി വരെ പോയി അതിജീവിത എന്ന് പറയുന്ന ഈ പെൺകുട്ടി, യഥാർത്ഥ അതിജീവിത പോയി. എന്തിനു പോയി എന്ന് ചോദിച്ചാൽ, തനിക്ക് നീതി വേണം, ഈ ജഡ്ജിൻ്റെ കയ്യിൽ നിന്ന് അല്ലെ ഈ കോടതിയിൽ നിന്ന് എനിക്ക് നീതി കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും അത് മാറ്റിക്കൊടുക്കുവാൻ കോടതി തയ്യാറായില്ല എന്നുള്ളതും ഒരു ദുഃഖസത്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പകൽ വെളിച്ചത്തിൽ പകൽമാന്യന്മാരായി നടക്കുന്ന പലരുമാണോ ഇതിന് പിന്നിലുള്ളത് എന്ന് പറയുമ്പോഴാണ് നമുക്ക് വലിയ സങ്കടം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സ്വന്തം വീട്ടിൽ ശരിക്കും ആഹാരം കഴിക്കാതെ, വെള്ളം പോലും കഴിക്കാതെ ആ യുവതി ഇരിക്കുമ്പോൾ അതിന് കാരണക്കാരായവന്മാരൊക്കെ നല്ല ഫുഡും കഴിച്ച് വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ കിടന്ന് ഉറങ്ങുകയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ തെറ്റ് ചെയ്യുന്നവനെ പടക്കം പൊട്ടിച്ച് സ്വീകരിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ സമൂഹം. കാരണം ഇത് പടക്കം പൊട്ടിക്കുന്നവന് ഓർക്കണം, ഇതെൻ്റെ വീട്ടിലും ഉണ്ടാകാം ഇതുപോലത്തെ അവസ്ഥ, അപ്പോൾ ആരൊക്കെ പടക്കം പൊട്ടിക്കുന്നു നോക്കണം എന്നുള്ളതാണ് സത്യം. സത്യം പറഞ്ഞ് ഇതിന് നേരെ ഇത്രയും നേരം നിന്ന ആ യുവതിയെയാണ് നമ്മൾ വളരെ അഭിമാനത്തോടുകൂടി മലയാളി എപ്പോഴും ഓർക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സത്യത്തിൽ വളരെ വിഷമം തോന്നുന്നു ഈ കാര്യത്തിൽ. വിഷമം തോന്നിയിട്ട് കാര്യമില്ലല്ലോ, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആർക്കും ആരോടും ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ ആരെ വിശ്വസിക്കും, ആരെടുത്ത് നീതി കിട്ടുമെന്ന അവസ്ഥയിലേക്ക് ഈ ഒരു കേസ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി. അപ്പീൽ പോകും എന്ന് പറയുന്നു. അപ്പീൽ കോടതിയെങ്കിലും കാര്യമായ രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാം. പൾസർ സുനിയെ പോലുള്ള കൊടും ക്രിമിനൽസിനെ ഒരു കാരണവശാലും വിടാൻ പാടില്ല. അവധികളും എംമാർക്ക് കിട്ടുന്ന പരോളും സ്റ്റേയും ഒക്കെ ആയിട്ട് ഇവനൊക്കെ പുറത്ത് വീണ്ടും വിഹരിക്കുന്ന കാണുമ്പോഴാണ് വിഷമം തോന്നുന്നത്. ഒന്നും പറയാനില്ല എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. മനസ്സ് മരവിച്ചു പോയി ഈ വാർത്ത നിങ്ങളോട് സമ്മതിക്കുമ്പോൾ. 1500 പേജിൽ എന്ത് എഴുതി എന്നുള്ളതല്ല, ഒരു വരി എഴുതിയുള്ളെങ്കിലും ആ വരിയിൽ ഒരു കണ്ടന്റ് ഉണ്ടാവണം, ആ വരിയിൽ ഒരു വിധി ഉണ്ടാകണം. നീതി നടപ്പാക്കിയെന്ന് നീതിപീഠത്തിന് തോന്നുമ്പോഴല്ല, നടപ്പാക്കപ്പെട്ടത് ശരിയായ നീതിയാണെന്ന് അതിൻ്റെ ഗുണഭോക്താവിന് തോന്നുമ്പോൾ മാത്രമേ അത് നീതിയാവുകയുള്ളൂ. നമ്മുടെ ഭരണഘടനയ്ക്കും ഭാരത സ്ത്രീയോട് എത്രമാത്രം ആഭിമുഖ്യവും ബഹുമാന്യതയും കൊടുക്കുന്നു എന്നുള്ളതാവണം നമ്മുടെ ഓരോ വിധിന്യായവും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതിനൊക്കെ നല്ലത് ഒരു ചൂരിലെടുത്ത് 2 അടിയും കൊടുത്ത് കൊച്ചു കുട്ടികളല്ലേ എന്നും പറഞ്ഞവരെ പറഞ്ഞു വിടുന്നതായിരുന്നു നല്ലതെന്നാണ് എനിക്കും ഇപ്പോൾ തോന്നിയത്. ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു, ഞാനായിരുന്നെങ്കിൽ ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അതാണ് ഈ കേസിൻ്റെ പറയാനുള്ള ഏക കാരണം. ഞാനായിരുന്നുവെങ്കിൽ ഇത് ചെയ്യില്ലായിരുന്നു. ഇതിനെ കാണുന്നവർ, ഇതിനെ പഠിക്കുന്നവർ ഓരോരുത്തരും പറയുന്നു, ഇത് ഞാനായിരുന്നുവെങ്കിൽ ചെയ്യില്ല, ഇത് ഞാനായിരുന്നുവെങ്കിലും ചെയ്യില്ല. നന്ദി.